എല്ലാവർക്കും WWE മലയാളം ഗോസിപ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ പഴയ WWE സൂപ്പർ സ്റ്റാറായ റൈബാക്ക് AEWയിലേക്ക് പോകുന്നു എന്നുള്ള ഒരു വാർത്ത കേൾക്കുന്നുണ്ട്. അതിനെപ്പറ്റിയും അതുപോലെ തന്നെ AJ സ്റ്റൈൽസിനെ AEW വിളിക്കുന്നു എന്നുള്ളതിനെ പറ്റിയും ഒരു ചെറിയൊരു വാർത്തയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കെല്ലാവർക്കും അറിയാം, 2016 WWEയുടെ കോൺട്രാക്റ്റിന് ഭംഗം വരുത്തിയതിനെ തുടർന്ന് WWE റൈബാക്കിനെ പുറത്താക്കുകയായിരുന്നു. അതായത് റൈബാക്ക് അതിലൊരു ബാറ്റിൽ റോയലിന് വരാമെന്ന് പറഞ്ഞ് അദ്ദേഹം അതിൽ നിന്നും പറയാതെ ആ മാച്ചിൽ വരാതിരിക്കുകയും അങ്ങനെ WWE റൈബാക്കിനെ ഇതിൽ നിന്നും പുറത്താക്കുകയുമാണ് ഉണ്ടായത്. അതിനുശേഷം റൈബാക്കിന് WWEയോട് തന്നെ വളരെയധികം ദേഷ്യം വരികയും അദ്ദേഹം ഒരു ലൈവ് വീഡിയോ വന്നിട്ട് WWE ക്ഷീണമാണ്, അതായത് നല്ല പെർഫോമൻസ് ചെയ്യുന്നവർക്ക് അധികം വില കൊടുക്കുന്നില്ല, അവർ ഏതൊക്കെ സ്റ്റാർസിനെയാണോ മുൻപോട്ട് വെച്ചത് അവരെ മാത്രം ഇവർ ഫോക്കസ് ചെയ്തുകൊണ്ട് പോവുകയാണ്, ബാക്കിയുള്ളവർക്കൊന്നും അധികം വില കൊടുക്കുന്നില്ല എന്നാണ് റൈബാക്ക് ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം WWEയിലേക്ക് തിരിച്ചു വരുമോ എന്ന് റൈബാക്കിനോട് ചോദിച്ചപ്പോൾ റൈബാക്ക് പറഞ്ഞത്, ഇനി ഞാൻ എങ്ങോട്ടേക്ക് വന്നാലും WWEയിലേക്ക് ഉണ്ടാകില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയതായി വരുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ റൈബാക്ക് AEW എന്ന് പറഞ്ഞ പുതിയ പ്രൊഫഷണൽ റെസ്ലിംഗ് കമ്പനിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അദ്ദേഹം തൻ്റെ ട്വീറ്റിൽ AEWവിനെ പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്: എല്ലാവരും ഇതിൽ ഉൾപ്പെട്ടതിന് വളരെയധികം സന്തോഷമുണ്ട്. കോഡി റോഡ്സിനെ എനിക്ക് വളരെയധികം കാലമായി അറിയുന്നതാണ്. തനിക്ക് 2 സ്റ്റെം സെല്ലും അതുപോലെ തന്നെ ഷോൾഡറിൻ്റെയും ഒരു ഓപ്പറേഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് താൻ വളരെയധികം നേരത്തെ തന്നെ എത്തുകയും തൻ്റെ കരിയറിൽ തന്നെ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു പെർഫോമൻസ് താൻ വന്നതിന് ശേഷം കാഴ്ചവെക്കുകയും ചെയ്യും എന്നാണ് റൈബാക്ക് തൻ്റെ ആ ട്വീറ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ റൈബാക്ക് തിരിച്ച് വരുന്നത് AEWയിലേക്കാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് വലിയ ആൾക്കാർ ഈ ഒരു ട്വീറ്റ് കണ്ടിട്ട് പറയുന്നത് അദ്ദേഹം AEWയിലേക്ക് തിരിച്ചു വരും എന്ന് പറയുന്നതാണ്. അതായത് ഗോൾഡ്ബർഗ് തിരിച്ചു വരും, അതായത് AEWയിലേക്ക് വരും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇപ്പോഴും റൈബാക്കും വരും എന്ന് പറയുന്നത്. ചില ഉദാഹരണങ്ങൾ കിട്ടുമ്പോൾ അവർ അതിനനുസരിച്ച് പറയുന്നതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ WWEയിൽ ഇപ്പോൾ മുൻനിരയിൽ നിൽക്കുന്ന താരങ്ങളിൽ ഒരാളാണ് AJ സ്റ്റൈൽസ്. ഈ AJ സ്റ്റൈൽസിനെയും AEW ഏറ്റെടുക്കാൻ നിൽക്കുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത. AJ സ്റ്റൈൽസിൻ്റെ കോൺട്രാക്റ്റ് കഴിഞ്ഞ വർഷം അവസാനം, അതായത് ഈ ജനുവരി തുടക്കത്തിൽ തന്നെ തീർന്നു എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ WWE പറഞ്ഞപ്പോൾ AJ സ്റ്റൈൽസ് ഒന്നും മടിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹം സൈൻ ചെയ്തോ ഇല്ലയോ എന്നുള്ളത് കാര്യം വ്യക്തമല്ല. അതിൻ്റെ കൂടെ തന്നെ കോഡി റോഡ്സും യങ് ബക്സും കൂടി AEWയിലേക്ക് AJ സ്റ്റൈൽസിനെ വിളിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. AJ സ്റ്റൈൽസ് AEWയിലേക്ക് പോവുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന ഏറ്റവും നല്ല സ്റ്റാർസിന് AJ സ്റ്റൈൽസും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ AJ സ്റ്റൈൽസ് യങ് ബക്സിൻ്റെ കൂടെയെല്ലാം ബുള്ളറ്റ് ക്ലബ് എന്ന് പറഞ്ഞ ആ ഒരു ഫാക്ഷനിൽ വർക്ക് ചെയ്തതാണ്. അതുകൊണ്ട് അവർ തമ്മിൽ നല്ല ബന്ധമായതുകൊണ്ട് ചിലപ്പോൾ AEWയിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ക്രിസ് ജെറിക്കോയ്ക്ക് ശേഷം AEWയിലേക്ക് വരുന്ന മേജർ സ്റ്റാർ AJ സ്റ്റൈൽസ് ആയിരിക്കും. AJ സ്റ്റൈൽസ് സൈൻ ചെയ്യുകയാണെങ്കിൽ AJ സ്റ്റൈൽസ് WWE വിട്ടു പോകുമോ, AEWയിലേക്ക് പോകുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഇനേബിൾ ആക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.